ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഇനി വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസാണ്. അപ്പോൾ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പച്ചരി വെച്ചിട്ടും ചെയ്യാം. ഞാൻ 2 വെച്ചിട്ടും ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു അരി വെച്ച് ചെയ്യുമ്പോഴാണ്. എന്നിട്ടിത് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഈ അരി വാങ്ങിക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക. ഒരു 6-7 പ്രാവശ്യം കഴുകിയെടുക്കണം. ഈ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി വട്ടയപ്പത്തിന് കുറച്ചുകൂടെ സോഫ്റ്റ് കിട്ടാൻ ഇതിലേക്ക് അവൽ വേണം. അപ്പോൾ വെളുത്ത അവൽ അതിലേക്ക് യൂസ് ചെയ്യണം. 1 കപ്പ് അവൽ. അപ്പോൾ അരി അരക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം അരി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇതുപോലെ ഒരു 4 തവിയോളം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെള്ളം യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം തേങ്ങാവെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കപ്പി കാച്ചാൻ ഇതിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ആദ്യം തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തീരെ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് കപ്പി കാച്ചാൻ ഒരു 2 തവി മാവ് മാറ്റി വെക്കാം. ഇനി ഈ മാവൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവിക്ക് 1 കപ്പ് വെള്ളം ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് ഇത് കട്ടയില്ലാതെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഞാൻ കുറുക്കാൻ വെക്കുന്നില്ല. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കുറുക്കിയിട്ടെടുക്കാം. ഇനി ബാക്കിയുള്ള അരി ചേർത്ത് കൊടുക്കുക. ഇനി വട്ടയപ്പത്തിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 1/2 കപ്പോളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ പഞ്ചസാര തേങ്ങ ഒക്കെ അരച്ചെടുക്കാണ്ട് അപ്പം ചേർത്ത് കൊടുക്കുക 1/2 കപ്പ്. ഇപ്പോൾ ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചേണ്ട മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അത് കുറുക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. എന്നാലേ മാവ് വെന്ത് വരുള്ളൂ. ഇനി വട്ടയപ്പം 2 രീതിയിൽ ഉണ്ടാക്കുക. കുറച്ച് മധുരം കുറച്ചിട്ട് കറിയുടെ കൂടെ കഴിക്കാൻ, ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാൻ അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം മധുരത്തിൽ ഇങ്ങനെ നമ്മൾ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് മധുരമൊക്കെ കൂടുതലിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്കൊരു 2 കപ്പ് തേങ്ങ വേണം. അപ്പോൾ തേങ്ങയിലുള്ള ആ ഒരു ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ, അതൊന്നും പെടരുത്. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളോട് എടുത്ത് മാറ്റുക. എന്നാലേ വട്ടയപ്പത്തിനൊരു വൈറ്റ് കളർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പിന്നെ കറിയുടെ കൂടെ കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്രയും പഞ്ചസാര എടുക്കണ്ട. ഒരു 7 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പാൽ അത് കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒഴിക്കുന്ന വീഡിയോ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയേ. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കപ്പി കാച്ചി വെച്ചിട്ടുള്ള മാവ് കൂടി അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അവിൽ കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മാവ് അരച്ചെടുക്കാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ് തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അരക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പിന് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആ ഒരു കണക്കിനാണ്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരിക.
ഇനി ഒരു 5 മിനിറ്റോളം ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഭയങ്കര തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കറക്റ്റ് അളവാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്തോറും നന്നായിട്ട് ലൂസായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ മാവ് ഒഴിച്ച് നോക്കിയാൽ അറിയാം നല്ല പാകത്തെ ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കുറച്ച് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടുള്ള ഒരു വട്ടയപ്പല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 1 മണിക്കൂറും 10 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ കാലാവസ്ഥക്കനുസരിച്ച് ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ട്രേയിലാണ്, ബേക്കിംഗ് ട്രേയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഏത് പാത്രത്തിലാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാവ് നോക്കി വെക്കാം. ഇത് കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓവറായിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട, ഒരു ആവശ്യത്തിനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞതാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര തന്നെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 2 തവി ഒഴിച്ചു കൊടുത്താൽ മതി, സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു അളവിനാണെങ്കിൽ കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഹൈറ്റായിട്ടുള്ള വട്ടയപ്പല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ച ഉടനെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീതെ ഞാനൊരു അലുമിനിയം ഫോയിലായിട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മീതെ വേറൊരു മൂടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുത്തി നോക്കി നോക്കാം. ഇപ്പോൾ ഇതുമേലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാനൊന്നും ബുദ്ധിമുട്ടില്ല. ഈ സമയത്ത് ഞാൻ മറ്റേ ബർണറിൽ വേറെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടും ഒരേ സമയം ആവാൻ വേണ്ടിയിട്ട്. അതും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ, കട്ടി കുറഞ്ഞത് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് നമുക്കിങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നല്ല സോഫ്റ്റാണ്. അങ്ങനെ 2 വട്ടയപ്പും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. ഇതിൽ തേങ്ങാപ്പാലും അതുപോലെ അവല് പിന്നെന്താ തേങ്ങാവെള്ളം ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.